ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടല്ലോ, പൂപ്പൊലി, അവിടെയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ വയനാട് നമ്മുടെ എപ്പോഴും ഒരു പ്ലാൻ ബി ആണ് കേട്ടോ. കാരണം ഇന്ന് ശരിക്കും നമ്മൾ പോകാനിരുന്നത് നിലമ്പൂർക്കായിരുന്നു. അപ്പോൾ അവിടെ ഹർത്താലായത് കാരണം ഞങ്ങൾ പെട്ടെന്ന് റൂട്ട് മാറ്റിയതാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ പെൻഡിങ്ങിൽ പ്ലാൻ ബി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് വയനാട്. നമ്മുടെ നിയറസ്റ്റാണ്. വയനാട്ടിൽ എപ്പോൾ പോയാലും എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവും അല്ലേ. എന്താ പറയുക, ഓരോ പ്രാവശ്യവും വയനാട്ടിൽ പോകുമ്പം അതൊരു പുതിയ അനുഭവമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ വയനാട്ടിൽ കുറേ കാലം വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓരോ തവണ പോകുമ്പോഴും നമുക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും വയനാട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പൂപ്പൊലിയിലെത്തി, അമ്പലവയലിലെത്തി. കുറച്ച് ദൂരമുണ്ട് യാത്ര, എങ്കിലും ഞങ്ങളവിടെ എത്തി. 15-ാം തീയതി വരെയായിരുന്നു പൂപ്പൊലി എന്നുള്ള ഈ ഒരു ഫ്ലവർ ഷോ. ഞങ്ങൾ 16-ാം തീയതിയാണ് പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ യാതൊരു തിരക്കും ഇല്ലാതെ വളരെ സമാധാനപരമായിട്ട് ഞങ്ങൾ തിരക്കൊക്കെ ഒഴിഞ്ഞ് കാണാൻ പറ്റി. പക്ഷേ പുറത്തുനിന്നുള്ള വെൻഡേഴ്സിനൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. കാരണം അവരൊക്കെ കഴിഞ്ഞിട്ട് പോകുമല്ലോ. 15-ാം തീയതി തന്നെ എല്ലാവരും അവസാനിപ്പിച്ച് പോയി. അപ്പോൾ അതേസമയം അവിടെ ഉണ്ടായിരുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഒരു എന്താ പറയുക, കണ്ണിന് വളരെ കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു ചുറ്റുപാടും അവിടെ അവർ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇത്രയും പൂക്കൾ ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, ഇത്രയും പൂക്കളെ ഇങ്ങനെ ഫ്ലവർ ഷോയിൽ കാണുന്നത്. എത്ര വലിയ ഫ്ലവർ ഷോയ്ക്കൊന്നും ഞാൻ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫ്ലവർ ഷോയ്ക്ക് പോകുന്നത്. അപ്പോൾ വളരെ ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോയി. പിന്നെ എൻ്റെ ക്യാമറ ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ മൊബൈലിലാണ് എല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ജെർക്കിങ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്നും എല്ലാവരും ക്ഷമിക്കുക. ചെറുതായിട്ട് ജെർക്കിങ് ഉണ്ട്. നമ്മൾ നടന്നുകൊണ്ട് പോകുമ്പം ക്യാമറയാണെങ്കിൽ ഗോപ്രോ ഒക്കെ ആണെങ്കിൽ അത്ര ജെർക്കിങ് വരില്ല. ഇതിൽ ശരിക്കും ജെർക്കിങ് അറിയാനുണ്ട്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ എല്ലാവരും കാഴ്ചകളൊക്കെ ഒന്ന് കാണും. കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാഴ്ചകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ.